നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട മമൽ ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ പുതിയ ലേസർ ചികിത്സകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് തനിമ പ്രേക്ഷകർക്കായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. മുഖത്തും ശരീരത്തും ഉണ്ടാകുന്ന പലവിധ ചർമ്മ പ്രശ്നങ്ങൾക്കും സുരക്ഷിതവും ഫലപ്രദവുമായ പരിഹാരങ്ങൾ മമൽ ആശുപത്രിയിൽ ഡെർമറ്റോളജി വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. മുഖത്തെ പുള്ളിപ്പുകൾ, കരിവാളിപ്പുകൾ, ഫ്രിക്കിൾസ്, മെലാസ്മ തുടങ്ങിയ നിറക്കുറവുകൾ കുറയ്ക്കുന്നതിനും ത്വക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ഈ ലേസർ ചികിത്സ ഏറെ സഹായിക്കുന്നു. പഴയ പാടുകൾ, ആഗ്നയുടെ കറുത്ത പാടുകൾ, ചെറിയ മുറിവുകളുടെ അടയാളങ്ങൾ എന്നിവ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. മുഖത്തും ശരീരത്തുമുള്ള അനാവശ്യ രോമങ്ങൾ സ്ഥിരമായി കുറയ്ക്കുന്നതിനും ഈ ലേസർ ചികിത്സ ഏറെ ഫലപ്രദമാണ്. കൂടാതെ മോളുകൾ, വാട്ടറുകൾ, സ്കിൻ ടാഗുകൾ പോലുള്ള ചെറിയ വളർച്ചകൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനും ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഹായ്, ഞാൻ ഡോക്ടർ മിനു സിജോ, MD ഡെർമറ്റോളജിസ്റ്റാണ്. മമൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി വന്നിരിക്കുന്ന കുറച്ച് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. നമുക്കിവിടെ സാധാരണ ക്ലിനിക്കൽ ഡെർമറ്റോളജി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പുതിയ മെഷീൻസ്, അതായത് ലേസർ മെഷീൻസാണ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. ലേസർ മെഷീൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സാധാരണ നമ്മുടെ ക്ലിനിക്കലി ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിനേക്കാളും വ്യത്യാസമാണ്. മെയിനായി നമുക്ക് 4 തരം മെഷീൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. CO2 ലേസറുണ്ട്, പീക്കോ ലേസറുണ്ട്, ഹെയർ റിമൂവൽ ലേസറുണ്ട്, ഹൈഫു എന്ന പേരുള്ള ഒരു മെഷീനുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായും മുഖത്ത് വരുന്ന പാടുകൾ, അതായത് അരിമ്പാറ, DPN, ഫ്രെക്കിൾസ് അല്ലെങ്കിൽ മെലാസ്മ, ഇങ്ങനെയുള്ള പിഗ്മെൻറ്റേഷൻ ചേഞ്ചസ് സ്ത്രീകളിൽ കാണാറുണ്ട്, സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് നിറവ്യത്യാസങ്ങൾ ഈ ലേസർ മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്ത്രീകൾ ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് മുഖത്ത് വളരുന്ന, അതായത് ചുണ്ടിന് മുകളിലും താടിയുടെ ഭാഗത്തും വളരുന്ന മുടി. അത് പുരുഷന്മാരുടെ മുടി പോലെ തന്നെ കട്ടിയായിട്ട് വളരുന്ന മുടികൾ ചില സ്ത്രീകൾക്ക് കാണാറുണ്ട്. അപ്പോൾ അതിന് ഇഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യുന്ന ലേസർ മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. സാധാരണയായി ആളുകൾ അത് ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് എടുത്തറിയാൻ പറ്റും അത് ഷേവ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പക്ഷേ ലേസർ മുഖേനയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നോർമൽ ഒരു സ്കിന്ന് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഇഫക്റ്റീവായിട്ട് ആ ഹെയറിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ ലേസർ ടോണിങ്, അതായത് ചില ആളുകൾക്ക് മുഖത്ത് പിഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ലേസർ ടോണിങ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഒരു ലൈറ്റനിങ് ആണ്. അതായത് സ്കിന്നിൻ്റെ ടോൺ ഈവൻ ആക്കുന്നു, അതായത് സ്കിന്നിൻ്റെ നിറം ഒരുപോലെ ആക്കുന്നു. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പിന്നെയുള്ളത് സ്കിൻ ചിലർക്ക് ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ലാക്സിറ്റി സംഭവിക്കും, അതായത് സ്കിന്ന് ലൂസ് ആകുന്നു. അപ്പോൾ അതിനെ ടൈറ്റൻ ചെയ്യുന്നത് സർജിക്കൽ രീതിയുണ്ട്, നോൺ സർജിക്കൽ രീതിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള മെഷീൻ നോൺ സർജിക്കൽ, അതായത് മുറിവുകളോ രക്തം വരുന്നതോ ഒന്നുമല്ലാതെ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആയി യുവത്വം നിലനിർത്താൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്.
ഇവിടെയുള്ള മെഷീൻസ് ഉപയോഗിച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റുകൾ സാധ്യമാണ്. നിങ്ങൾക്ക് ദൂരെ സിറ്റിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഫെസിലിറ്റിയും ഇപ്പോൾ ഞാൻ മുകളിൽ വിവരിച്ച ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിലോ സിറ്റിയിലോ നമ്മൾ പോയി ചെയ്യുവാണെങ്കിൽ വളരെയധികം കാശാവും. അതായത് കോസ്റ്റ്ലിയാണ് ട്രീറ്റ്മെൻറ്റ്. ചിലപ്പോൾ അതൊരു മിഡിൽ ക്ലാസ്സോ സാധാരണക്കാർക്കോ അത് താങ്ങാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായും വളരെ മിതമായൊരു നിരക്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമായി. സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ ആധുനിക സജ്ജീകരണങ്ങൾ ഇപ്പം പുതിയ ഏത് കാര്യങ്ങളെടുത്താലും എല്ലാം ലേസറാണ്. അപ്പോൾ ഈ സ്കിൻ ഹെയർ റിമൂവ് ചെയ്യുന്നതായിരുന്നാലും അതുപോലെ ചെറിയ ചെറിയ അരിമ്പാറകൾ പോലെയുള്ള അതുപോലെ ചെറിയ ചെറിയ കറുപ്പുകൾ, മുഖത്തുണ്ടാകുന്ന തഴമ്പ്, നിറവ്യത്യാസം, ഇതെല്ലാം ലേസറിലൂടെ മാറ്റാൻ കഴിയും. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഉണ്ണികൾ അങ്ങനെയുള്ള അതെല്ലാം മാറ്റാൻ കഴിയും. അപ്പം അതുപോലെ ഈ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ചർമ്മം ഇങ്ങനെ തൂങ്ങിപ്പോരാറുണ്ട്, വലിഞ്ഞു പോകാം. അതിനെയൊക്കെ ടൈറ്റ് ചെയ്യുന്ന മെഷീൻ, അങ്ങനെ സ്കിൻ പരമായി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏകദേശം 19 ലക്ഷത്തോളം രൂപ വില വരുന്ന മെഷീനറിയാണ് ഇന്നിവിടെ സെറ്റ് ചെയ്തത്. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. സ്കിൻ സംബന്ധമായ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അത് ഇവിടെ പരിഹരിക്കാനും കൂടുതൽ ഇപ്പം നമ്മളെല്ലാവരും സൗന്ദര്യം ആണ് ഏറ്റവും കൂടുതൽ, സ്ത്രീകളായാലും പുരുഷനായിരുന്നാലും മുൻതൂക്കം കൊടുക്കുന്നത് സൗന്ദര്യത്തിനാണ്. അപ്പോൾ അങ്ങനെ മുഖത്തുണ്ടാകുന്ന തഴമ്പുകൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പാടുകൾ, ഇതെല്ലാം മാറ്റുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ അത് ഡോക്ടർ മീനുവിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ഈ സിറ്റികളിലും വലിയ വലിയ എമൗണ്ടുകൾ ഈടാക്കിക്കൊണ്ടാണ് പിന്നെ ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട്. പക്ഷേ ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന, അവർക്ക് പറ്റുന്ന തരത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ ഇതെല്ലാം ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ആ തരയ്ക്ക് തന്നെ പോകും. സഹകരിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, നാട്ടുകാർ, സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ് എല്ലാവർക്കും നന്ദി പറയുക. ഇത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്കിത് എല്ലാ ദിവസവും സ്കിൻ ഡോക്ടറുണ്ട്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും സ്കിൻ ഡോക്ടറുണ്ട്. സ്കിൻ ഡോക്ടർ വന്ന് കണ്ട് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പം അതിന് ടൈം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അതൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്.